ഒരു നോർമൽ കറക്ഷൻ എപ്പോഴും 18%, അതുപോലും എത്തിയിട്ടില്ല. അതെ അതെ. പക്ഷെ ഈ ഒരു ഡിപ്പില് എല്ലാവരും പെട്ടു എന്നുള്ളതാണ് ഭയങ്കരമായ. എന്തുകൊണ്ടാണെന്നറിയോ? പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്ത് തീർന്ന് ഇനി ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ബിയർ മാർക്കറ്റ് തരണം ചെയ്യാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ 122,800 ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തൊരു ഫീലാണ് തരുന്നത്. അപ്പോൾ മേ ബി എൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല. കാരണം അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ 2 നേതാക്കളുടെ മീറ്റിംഗ് നടന്നിരിക്കുകയാണ്. അതായത് വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് ഇൻവൈറ്റ് ചെയ്യുന്നതിൽ 4ാമത്തെ ലോക നേതാവാണ് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. സോ വളരെ വലിയ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റുകൾക്ക് കാരണമാക്കി തീരാൻ പോകുന്ന ഒരു മീറ്റിംഗ് ആണ് നടന്നത്. പല കാര്യങ്ങളും സംഭവിച്ചു. അപ്പോൾ അത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അത് നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. എനിക്കോട് വളരെ നല്ലൊരു അടിപൊളി മീറ്റിംഗ് ആയിരുന്നു, അല്ലേ? ഫണ്ണി ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞതുപോലെ കൂടെ നിന്ന് ചിരിച്ച് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല, കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ട്രംപിനോട്, മോദിയാണോ ട്രംപാണോ ബെസ്റ്റ് നെഗോഷിയേറ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് മോദിയാണ് എന്നേക്കാൾ വലിയ നെഗോഷിയേറ്റർ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ ട്രംപ് ഡയറക്റ്റ് തന്നെ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. പല ശത്രു രാജ്യങ്ങളെക്കാൾ കൂടുതൽ താരിഫാണ് ഇന്ത്യ പല കാര്യങ്ങളിലും US-നെതിരെ വയ്ക്കുന്നത്. അതിൽ വലിയ കുറവ് വരുത്തേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയിലെ പല കമ്പനികൾക്കും ഡയറക്റ്റ്ലി തന്നെ ബാഡായിട്ട് വരാനുള്ളൊരു സാധ്യത. തീർച്ചയായിട്ടും. അതെ, അത് എന്താ പറയുക, നിങ്ങൾ താരിഫ് കൂടുതലാണ്, മോദി ആ താരിഫ് ഞങ്ങൾക്ക് കുറച്ച് തരൂ എന്നുള്ളതാണ്. എലോൺ മസ്കിന് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ട്രംപിൻ്റെ കൂടെ തന്നെ എലോൺ മസ്ക്, അല്ല എനിക്ക് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ കൊച്ചിനെയൊക്കെ തലയിൽ വെച്ചിട്ടാണ് എലോൺ മസ്ക് വന്നത്. അത് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാനെന്നൊക്കെ ഉള്ളൊരു വിവാദം ഉണ്ടായിരുന്നു. ട്രംപ് വളരെ ഫ്രീ ആയിട്ട് അല്ലേ മീറ്റിങ്ങിലേക്ക് ഇരുന്നത്. ഇപ്പോൾ എലോൺ മസ്ക് ഇന്ത്യയിലോട്ട് വന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ കാണാൻ പറ്റുന്നത് എലോൺ മസ്കിൻ്റെ 2 ബിസിനസ്സുകളാണ്. ഒന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടെസ്ല കാറാണ്. അത് വരട്ടെ, നല്ലതാണ്. എന്നാൽ അവർ കൊണ്ടുവന്ന് വരാൻ പോകുന്ന പ്രൈസ് ടാഗ് എത്രയാണ്? US-ലെ അത്ര ഹെവി കാറുകളാണോ? അത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. ഏഷ്യയിലോട്ടും ആഫ്രിക്കയിലോട്ടുള്ള കാറുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ എലോൺ മസ്കിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ചത്. രണ്ടാമത് സ്റ്റാർലിങ്ക് എന്നുള്ളതാണ്. അപ്പോൾ ടെസ്ല വന്നാൽ ടെസ്ലയുടെ പ്രൈസ് ടാഗ് എത്രയായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 കോടി രൂപയോ അല്ലെങ്കിൽ 70 ലക്ഷത്തിന് മുകളിലൊക്കെ ആണെങ്കിൽ അതൊരു ലക്ഷറി കാർ എന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ ഇവർ ഇന്ത്യക്കും ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും വേണ്ടി വില കുറഞ്ഞ കാറുകൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനെക്കുറിച്ച് അന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ കാർ. അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ BYD ടെസ്ലയും ഡയറക്റ്റ് ഒരു വാറിന് തന്നെ പോയേക്കാം. അങ്ങനെ ഒരു വാറ് സംഭവിച്ചാൽ നമ്മുടെ സ്വന്തം മാനുഫാക്ചേഴ്സായ ടാറ്റ മോട്ടോഴ്സിനും അതുപോലെ തന്നെ മഹീന്ദ്രയ്ക്കും അത് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റാർലിങ്കാണ്. ഇവിടെ ഇത്രയും കോടികൾ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻ്റർനെറ്റ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഇന്ത്യയിൽ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജിയോ എയർടെല്ലൊക്കെ പൂട്ടിക്കെട്ടിട്ട് വന്നേക്കാം. പക്ഷേ അതിൻ്റെ സ്പീഡും റിലയബിലിറ്റിയും ഒക്കെ നമ്മൾ വേൾഡിലെ മറ്റ് സ്ഥലങ്ങൾ നോക്കുമ്പോൾ വളരെ അടിപൊളിയാണ്. വയേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജിയോ ഓഫർ ചെയ്യുന്ന വയർലെസ്സിനേക്കാൾ ഒരു ബെറ്റർ സർവീസിന് ഒരു പക്ഷേ ടെസ്ലയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിമോട്ട് വില്ലേജുകളിലും ഈ പറയുന്ന കാടുകളിലൊക്കെ പോയിട്ട് താമസിക്കുന്ന നമ്മുടെ വനപാലകർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് കൃത്യമായിട്ട് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആവാനൊക്കെയുള്ള സാധിക്കും. ഇപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ലായിരുന്നു. വളരെ റയറായിട്ടൊക്കെ അവർക്ക് ഇൻ്റർനെറ്റ് കിട്ടുള്ളൂ. ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് പറ്റി? നമ്മുടെ സ്റ്റുഡൻസിൽ പോലും ഒത്തിരി ഇപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് കഴിഞ്ഞൊരു വർഷമായിട്ട് ടെസ്ല സ്റ്റാർലിങ്ക് വന്നേ പിന്നെ ഇൻ്റർനെറ്റ് ഭയങ്കര ഈസി ആക്സസ് ആയിട്ട് കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലും ആ ഒരു വലിയ മാറ്റം ഒരു പക്ഷേ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇലോൺ മസ്ക് ഇന്ത്യയിലേക്കോ ഇന്ത്യയിലോട്ട് വരിക എന്നുള്ളത് ട്രംപിൻ്റെ ആവശ്യമാണ്. ട്രംപ് അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതായത് ട്രേഡ് ഡെഫിസിറ്റ് ട്രംപ് അത് പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്നോ? ഇലോൺ മസ്കിനൊക്കെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന ഡയറക്റ്റ്ലി നമ്മൾ കുറേ വേവ് ലെങ്ത് തന്നെ. അവിടെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഏകദേശം 150-180 മില്യൺ
മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യ US വ്യാപാര ബന്ധം 500 ബില്യണിലോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇവർ രണ്ടാളും ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട്. പക്ഷേ അവിടെ ട്രംപ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്, ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്കാണ്. ഈ ട്രേഡ് ഡെഫിസിറ്റ് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഇന്ത്യ തയ്യാറാവണം എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യയാണ് ഇപ്പോൾ കൂടുതൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെസ്ല ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ത്യ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കാണേണ്ട ഒരു സെക്ടർ ഡിഫൻസ് സെക്ടറാണ്. അമേരിക്ക കൂടുതൽ കാര്യങ്ങൾ ഓഫർ ചെയ്തു ഇന്ത്യയിലോട്ട് ഡിഫൻസിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് F-35 5th ജനറേഷൻ സെൽത്ത് കേപ്പബിലിറ്റി ഉള്ള ഫൈറ്റേഴ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് അങ്ങനെ അവർക്കൊന്നും കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റേ അല്ല. അമേരിക്കയുടെ നാറ്റോയിലുള്ളതോ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റ് എയർക്രാഫ്റ്റാണ്. ഇത് ഇന്ത്യക്ക് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യനെ സഖ്യകക്ഷിയായിട്ട് കണ്ടു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രശ്നം എന്താണ്, നമ്മൾ കഴിഞ്ഞ 60-70 വർഷമായിട്ട് നമ്മുടെ ദോസ്തായിട്ട് നമ്മൾ കാണുന്ന റഷ്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ആരും ഒരു എയർക്രാഫ്റ്റ് തരാത്ത സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തതെല്ലാം റഷ്യയുടെ മിക്ക ഫ്ലൈറ്റുകളൊക്കെയാണ്, നമുക്കറിയാം. അപ്പോൾ റഷ്യ ഇതിനെങ്ങനെ എഫക്റ്റ് ചെയ്യും? ഇപ്പോൾ നമ്മുടെ നയതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ എയർ ഷോ നടന്നു. അവിടെ ഒരു സൈഡിൽ റഷ്യയുടെ ഫ്ലൈറ്റുകളും തൊട്ടിപ്പുറത്ത് അമേരിക്കയുടെ F-35 ഒന്നിച്ച് കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് ബാംഗ്ലൂർ നടന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നാൾ നമ്മുടെ കൂടെ നടന്ന റഷ്യനെ കൂടെ നിർത്തി അമേരിക്കേനെ പുതിയതായിട്ട് കൂടെ ചേർത്ത് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നയതന്ത്രമാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു കാര്യം, ഓസ്ട്രേലിയ, UK, അമേരിക്ക മാത്രം ഉള്ള ചൈനീസ് അധിനിവേശം തടയാനായിട്ട് ഈ പറയുന്ന സൗത്ത് സീയിൽ ചൈനീസ് അധിനിവേശം തടയാനായിട്ടുള്ളൊരു സംഘടനയുണ്ട്. അപ്പോൾ ഈ സംഘടനയിലോട്ട് പ്രത്യേക പ്രതിനിധിയായിട്ട് ഇന്ത്യനെ കൂടി ക്ഷണിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. കാരണം ഇന്ത്യൻ ഓഷനിലും അതുപോലെ തന്നെ സൗത്ത് ചൈന സീയിലും ഒരു കോമൺ ഏരിയയാണ്. ഇവിടെ ചൈനയുടെ അപ്രമാദിത്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ശ്രീലങ്കയിൽ ഫ്ലൈറ്റ് വന്ന ശ്രീലങ്കയിൽ ചാരക്കപ്പൽ വന്നതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെയുള്ള കൺട്രോള് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് ഒരു വലിയൊരു അനുകൂലമാണ്. കാരണം ഇന്ത്യയുടെ ഹെൽപ്പില്ലാതെ ഇത് ചെയ്യാനും പറ്റില്ല. ആൻഡമാൻ ഉൾപ്പെടെയുള്ള പല കോർ ഏരിയാസും ഇന്ത്യക്ക് ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അതിൻ്റെ അത് UK-യും US-ഉം ഓസ്ട്രേലിയയും കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഡിഫൻസ് സ്റ്റോക്കുകൾ ആ ഒരു റിഫ്ലക്ഷൻ കാണാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഡിഫൻസ് വ്യാപാരം കൂട്ടാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ നമ്മുടെ തേജസ് ഫ്ലൈറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തേജസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ തേജസ്സിന് ഒരു ആഗോളതലത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയും അതൊരു ലോ കോസ്റ്റ് സാധനം ആയതുകൊണ്ട് തന്നെ, പക്ഷേ ക്വാളിറ്റി കാര്യത്തിൽ നമ്മൊട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ലോ കോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ അമേരിക്ക അപ്രൂവ് ചെയ്ത ഒരു സാധനം എന്നുള്ള രീതിയിൽ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ തേജസ്സിന് കൂടുതൽ ഓർഡറുകളൊക്കെ തരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകളിൽ നമ്മൾ ഇന്ന് ആ ഒരു ഉയർച്ച കാണുന്നുണ്ട്. അപ്പോൾ താരിഫിൻ്റെ ഫിയർ ഉള്ളതുകൊണ്ട് FIS വീണ്ടും സെല്ല് ചെയ്യുന്നുണ്ട്. കാരണം താരിഫ് ഇന്ത്യ കുറയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ B1 വിസ നമ്മുടെ IT കമ്പനികൾക്ക് വിസ റദ്ദാക്കാം എന്നുള്ളൊരു ടോക്ക് വരുന്നുണ്ട്. പക്ഷേ ഇലോൺ മസ്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എലോൺ മസ്ക് പറയുന്നത് ഇത് അപ്രൂവ് ചെയ്യണം, കാരണം ബെസ്റ്റ് ടാലൻസ് ഞങ്ങളുടെ രാജ്യത്തോട്ട് വരണം. എലോൺ മസ്ക് ബിസിനസ്സുകാരനാണ്, അവന് ബിസിനസ് ചെയ്യാൻ നല്ല ടാലൻസ് വേണം. അപ്പോൾ ഇന്ത്യയിലുള്ള നല്ല ടാലൻസ് അങ്ങോട്ട് വന്നോട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഇതെങ്ങാനും നിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ IT കമ്പനികൾക്ക് ഇതൊരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ TCS ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും ഈ രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, US കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ലാഭം ഈ വിസേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അമേരിക്കയിലെ തീവ്ര റൈറ്റിസ്റ്റ് ചിന്താഗതിക്കാർ, അതായത് ട്രംപിനെ ട്രംപ് ആക്കിയ ആളുകൾ ഇതിനെതിരെയാണ് പറയുന്നത്. അങ്ങനെ പുറത്തുനിന്നുള്ള ടാലൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്കുള്ള ജോലി സാധ്യത കുറയുകയും ഉയർന്ന സാലറി കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ ഇങ്ങോട്ട് കയറ്റരുതെന്നാണ് ആര് പറയുന്നത്, തീവ്ര വലതുപക്ഷം പറയുന്നത്. അപ്പോൾ ട്രംപ് ആരുടെ കൂടെ നിൽക്കും? ഇലോൺ മസ്കിൻ്റെ കൂടെ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ പിന്നെ ഒരു താരിഫ് വന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റൈലിനും അതുപോലെ തന്നെ ഫാർമ സെക്ടറിനും ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് 1% വലിയൊരു ക്രാഷിന് ശേഷം ഒരു ചെറിയ ബൗൺസോട് കൂടിയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 23,000 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ബ്രേക്ക് ചെയ്ത് 22,700 ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തൊരു ഫീലാണ് തരുന്നത്. അപ്പോൾ മേ ബി എൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, കാരണം ഈ കൂടിക്കാഴ്ചയിലെ കൂടുതൽ ഔട്ട്കമ്മുകൾ അടുത്ത ദിവസങ്ങളിൽ വരും.
മോദി മറ്റാരൊക്കെയായിട്ട് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും, പുതിയ വ്യാപാര കരാറുകൾ ഒപ്പിടും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റുകൾ വരിക. അപ്പോൾ താരിഫ് ഇഷ്യൂ ട്രംപ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ എത്ര സൗഹൃദ രാഷ്ട്രമാണെങ്കിലും താരിഫിനെ കൺട്രോൾ ചെയ്യുക, താരിഫ് വെച്ച് മറ്റ് രാജ്യങ്ങളോട് വില പേശുക എന്നുള്ള നയം തന്നെയാണ് ട്രംപ് എടുക്കുന്നത്. നമ്മൾ ബ്രിക്സിലൊക്കെ പോയിട്ട് ഈ ഡോളറൈസേഷൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരു കൂട്ടത്തിലുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ഇതിനെതിരെയൊക്കെ ട്രംപ് ഒന്നും സംസാരിച്ചില്ല. അതുപോലെ തന്നെ ആ മീറ്റിങ്ങിൽ ഒരു ചോദ്യം വന്നത് മോദിക്ക് അദാനിക്കെതിരെയാണ്. അദാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഒരു ലോക നേതാവ് ഇന്ത്യക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ഒരു സൈഡിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റൊരു സൈഡിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചത്, വിലങ്ങ് വെച്ച് ഇന്ത്യയിലോട്ട് തിരിച്ചയച്ചതിനെ കുറിച്ച് മോദി സംസാരിക്കുകയോ അത് ഡിസ്കഷനിലോട്ട് കൊണ്ടുവരികയോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇല്ലീഗൽ മൈഗ്രൻസ് ഒരു രാജ്യത്തും പാടില്ല, എല്ലാവരും തിരിച്ചയക്കണം. അത് ശരിയാണ്. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലോട്ട് വിലങ്ങ് വെച്ച് തിരിച്ചയക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഷെയിമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് തിരിച്ചയക്കാമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വലിയൊരു ഇമ്പാക്റ്റ്, അതായത് ഈ ഒരു FIA ഹ്യൂജ് സെല്ല്, അതായത് ഏകദേശം 26 ലക്ഷം കോടി രൂപ ഒലിച്ചുപോയി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. FIA സെല്ലിംഗ് കൊണ്ടല്ല, മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് മേജർ ആ ഒരു FIA സെല്ലിംഗ് തന്നെ. പക്ഷേ ഈ ഒരു ഇതിൽ FIA തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഉണ്ടോ? മീൻസ് ഇപ്പോൾ പലരും വിചാരിക്കുന്ന FIA തിരിച്ചു വരില്ല, മാർക്കറ്റ് കയറില്ല, ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി പൊതുവെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ സമയവും എന്താ പറയുക, കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ FIAസിൻ്റെ തിരിച്ചു വരവ് ഈ തീരുമാനങ്ങളും അടുത്ത ദിവസങ്ങളുണ്ടാകുന്ന നയപ്രഖ്യാപനങ്ങളും ഒക്കെ FIAസിന് ഒരു ഉണർവ് നൽകിയേക്കാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കുന്നത് ഈ ഡോളർ ഇൻഡെക്സ് ഇത്രയും ടോപ്പായിട്ട് നിൽക്കുന്നതായിരിക്കാം FIAസ് വരാത്തതെന്നാണ്. FD റിട്ടേൺസ് ഇൻ US അത് കുറയുകയാണെങ്കിൽ, ഫെഡറൽ റിസർവിൻ്റെ റിട്ടേൺസ് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ FIAസിന് പൈസ അവിടെ കൊണ്ടുപോകാൻ പറ്റും. ഉറപ്പാണ് FIAസ് കൊണ്ടുവരും. നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്തോട്ട് ഫോറിൻ മണി വരുന്നത്. ഒന്ന് നമ്മൾ പറയുന്ന FII എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് FIs, ഇതൊരു മേജറിംഗ് ആണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന പൈസയാണ്. ഇത് വരും, അതുപോലെ തന്നെ ഇപ്പോൾ പോയ മാതിരി തിരിച്ചു പോകും. ഇതിവിടെ നിൽക്കുന്ന പൈസയല്ല. എന്നാൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലോട്ട് വരണം. അതിന് മോദി എലോൺ മസ്ക് പോലുള്ള നേതാക്കളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കണ്ട് അവരുടെ ബിസിനസ്സുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം, ടെസ്ലയുടെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തുടങ്ങിയിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ എത്ര വലിയ ആളുകൾക്കാണ് അവിടെ ഓപ്പർച്യൂണിറ്റി. ഈ മസ്കിന്റെ ഈ രണ്ട് കാര്യം ഇന്ത്യയിൽ വരാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അല്ലേ? അതെ, ചില സെക്ടറുകളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും കഴിവുള്ള ആളുകളുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പം അവർക്ക് ഇത്ര വലിയ ആക്സസുകൾ കിട്ടുകയാണെങ്കിൽ ദേ വിൽ ഷോ മിറാക്കിൾസ്. അമേരിക്കക്കാർ കൊണ്ടുപോകും എന്നുള്ളതാണ്. അത് പ്രശ്നമില്ല. വാഴ വളരെ പിന്നെ നമുക്ക് ചീര നനയുന്ന പോലെ നമ്മളിപ്പോ വാഴ നനയുമ്പോൾ ചീര നനയും, വാഴ നനയ്ക്കുമ്പോൾ ചീര നനയും എന്നാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വളരെ സാധാരണമായിട്ടൊരു രാജ്യമാണ്. എല്ലാ കമ്പനികളുടെയും CEOമാർ ഇന്ത്യക്കാരാണെന്നൊന്നും വിചാരിച്ച് നമ്മൾ വെറുതെ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം വേൾഡിലെ ടോപ്പ് 500 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് എന്തോ 5, 6, 7 കമ്പനി എന്താ ഉള്ളൂ. ഇത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ 130 കമ്പനികളും ചൈനയിൽ നിന്നാണെങ്കിൽ 145 കമ്പനികളും എന്തോ വേൾഡിലെ ടോപ്പ് 500 കമ്പനികളുണ്ട്. നമ്മളിവിടെയൊക്കെ പണിക്കാരാണ്. ചൈനക്കാർ അമേരിക്കക്കാരൊക്കെ കമ്പനിയുടെ ഓണേഴ്സാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവ് പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മളിവിടെ ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുക, നമ്മൾ ടെസ്ല പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് വരണം. അല്ലാതെ ഒന്നും നമുക്ക് ഒരിക്കലും പോയിട്ട് അമേരിക്ക അടുത്തുനിന്ന് പോയിട്ട് ഒരിക്കലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മോദി എത്ര വലിയ നെഗോഷിയേറ്റർ ആണെങ്കിലും ഇവിടുന്ന് നമ്മൾ പവർഫുൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ട്രംപ് കൂടെ നിർത്തിക്കണം ഇവിടെ എന്നുള്ള രീതിയിൽ അത് ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്. ഒരു ഇന്ത്യക്ക് വേൾഡ് രാജ്യങ്ങളുടെ ഇടയിൽ നമ്മൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു മീഡിയം കൺട്രി മാത്രമാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്ന് കുറേ നാഷണൽ
ഇതിൻ്റെ അകത്തിരുന്ന് തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. രാജ്യം വളരുന്നുണ്ട്, പക്ഷേ ഇത് പോരാ നമ്മുടെ ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പോൾ Q4 റിസൾട്ടുകൾ ഇനി വരണം. Q3 റിസൾട്ടുകൾ നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പല സെക്ടേഴ്സും വളരെ മോശം പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. Q4 എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബൂസ്റ്റ് വരാതെ എനിക്ക് ആസ് കമ്പയർ ടു അതർ ഇയേഴ്സ് 25 ഒട്ടും വീണിട്ടില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിന് മുന്നുള്ള വർഷം 52, 58, 60% വീണപ്പോൾ ഇറ്റ്സ് ഓൺലി കറക്റ്റഡ് 50%. 60% അല്ലെങ്കിൽ 50% കറക്ഷനൊക്കെ വളരെ റയർ ആയിട്ടുള്ള മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ നോക്കുമ്പോഴും ഡേ ലോ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം 13, 14, 15% അടുത്ത് കറക്ഷന് നിഫ്റ്റി വന്നിട്ടുള്ളൂ. ഒരു നോർമൽ കറക്ഷൻ എപ്പോഴും 18%, അതുപോലും എത്തിയിട്ടില്ല. അതെ അതെ. പക്ഷേ ഈ ഒരു ഡിപ്പിൽ എല്ലാവരും പെട്ടു എന്നുള്ളതാണ് ഭയങ്കരമായ. എന്തുകൊണ്ടാണെന്നറിയോ? മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഭയങ്കരമായിട്ടുള്ള കറക്ഷൻസ് വന്നിട്ടുണ്ട്. ചില സ്പെസിഫിക് സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 3 വർഷം നടത്തിയ ബുൾ റണ്ണിലും ലീഡ് ചെയ്ത പല സ്റ്റോക്കുകളും വലിയ കറക്ഷൻസ്. സോ എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കണത്, ഇത് റിക്കവർ ചെയ്യുമോ. കാരണം പലരും ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ആ ഒരു വളരെ പാനിക്കായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഇമ്പാക്റ്റ് ഈ ഒരു ട്രംപ് മോദി എഫക്റ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് പലർക്കും അറിയേണ്ടത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഈസ് വെരി ലെസ് എന്നുള്ളത്. നോർമലി മാർക്കറ്റിന് ഫിയറുകൾ പയ്യെ കുറഞ്ഞു. ഇതുകൊണ്ട് ഉണ്ടായിരുന്ന ഫിയർ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു പുതിയ പോസിറ്റിവിറ്റി ഒന്നും ഇല്ല. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കുക. ഈ മാർക്കറ്റ് തിരിച്ചു വരെ തന്നെ ചെയ്യും. എല്ലാവരും സമയം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് തീർന്ന് ഇനി ഇൻവെസ്റ്റ് ചെയ്യാനില്ല. സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ സ്റ്റോക്കുകളുടെ പേരുകൾ വീണ്ടും മെൻഷൻ ചെയ്യുന്നില്ല. വാല്യൂ ആയിട്ടുള്ള ഇപ്പോഴും 80 അടുത്ത് നിൽക്കുന്ന സ്റ്റോക്കുകളില്ലേ, നിഫ്റ്റി 50 80 അടുത്ത് ഇപ്പോഴും ഓൾ ടൈം ഹൈയുടെ അടുത്ത് ഇപ്പോഴും നിൽക്കുന്ന സ്റ്റോക്കുകളുണ്ട്. കണ്ടുപിടിക്കുന്നേ, അതാണ് ഏറ്റവും സൂപ്പർ സ്റ്റോക്കുകൾ. തീർച്ചയായിട്ടും വേണ്ട, പോയി ChatGPT ജസ്റ്റ് ചോദിച്ചാൽ മതി. ഇപ്പോഴും ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുന്ന, കറക്ഷൻ അധികം വരാത്ത, അല്ല ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ കറക്ഷൻ വന്നിട്ടില്ലല്ലോ, 5% ഓൾ ടൈം ഹൈയിൽ നിന്ന് 5% മാത്രം ഡിസ്റ്റൻസിൽ നിൽക്കുന്ന നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഏതാണ്, നിഫ്റ്റി 500 സ്റ്റോക്കുകൾ ഏതാണ്, അത്രേ ഉള്ളൂ. ബെസ്റ്റ് വാല്യൂ സ്റ്റോക്കുകൾ അവരായിരിക്കും, വേറെ ഡൗട്ടൊന്നും ആ കാര്യത്തിലില്ല. പക്ഷേ ഈ ആ ഒരു ലോസ് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, മെന്റൽ, നമ്മൾ മനുഷ്യരാണല്ലോ, ആ ഒരു മെന്റൽ വീക്ക്നെസ് ആണ്. അതെ, അതാണ് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞത്, എല്ലാ പോഡ്കാസ്റ്റിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിയർ മാർക്കറ്റ് തരണം ചെയ്യാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകും. അത്രേ ഉള്ളൂ. അതിക്കുള്ള ഇനി ഒന്നും പറയാനില്ല എന്നുള്ളത്. സോ എന്തായാലും വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ഉണ്ടാവട്ടെ. എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്യുന്നു. വളരെ നല്ലൊരു പുരോഗതിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. സോ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ട് നമുക്കൊന്നും കിട്ടാതിരിക്കരുത്. എല്ലാവരും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയട്ടെ. റിക്കവറീസ് ഒക്കെ വേഗം വരട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ വീണ്ടും ഒരു അടുത്ത പോഡ്കാസ്റ്റായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.